السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ആദരണീയരായ ശ്രോതാക്കളെ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കല്യാണത്തെപ്പറ്റിയുള്ള ക്ലാസ്സാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലെ കല്യാണത്തെപ്പറ്റി പറഞ്ഞു, അതായത് പോസിറ്റീവ് മാരേജിനെ പറ്റി പറഞ്ഞു. അവിടെ അള്ളാഹു പറഞ്ഞു, സമാധാനം ലഭിക്കാൻ വേണ്ടിയാണ് ഈ കല്യാണം എന്നുള്ളത് പ്രത്യേകമായി പറഞ്ഞത്. അത് ഒരു വലിയ കാരണമാണ് സമാധാനം ലഭിക്കാൻ വേണ്ടി. തൊട്ടടുത്ത് അല്ലാഹു തആല പറഞ്ഞു, ഭാര്യ ഭർത്താക്കളുടെ ഇടയിൽ നാം അതിയായ സ്നേഹവും ദയയും കൃപയും ഉണ്ടാക്കി എന്ന്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇതിൽ ചിന്തിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക്, റീസർച്ച് ചെയ്യുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞു. ഇത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്നും പറഞ്ഞു. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ശാസ്ത്രജ്ഞരും ഗവേഷകരും ഇതിനെപ്പറ്റി, കല്യാണത്തെപ്പറ്റി പഠനം നടത്തിയവർ കണ്ടെത്തിയത് ഈ പോസിറ്റീവ് മാരേജ്, അതായത് അല്ലാഹു തആല പറഞ്ഞു, വളരെ സ്നേഹത്തോടെ, വളരെ ദയയോടെ ഉള്ള പിന്നീടുള്ള ജീവിതം കഴിഞ്ഞുകൂടുന്ന ഈ മാരേജ്, കല്യാണം, അതിൽ സമാധാനം ലഭിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞു. സമാധാനമാണ് നമ്മുടെ രോഗങ്ങളെ അകറ്റാൻ, ഇല്ലാണ്ടാക്കാൻ ഏറ്റവും വലിയ ഒരു കാര്യം. ശാസ്ത്രജ്ഞർ പറയുന്നത് നമ്മുടെ മനസ്സിന് ഏറ്റവും വലിയ സന്തോഷം ലഭിക്കുന്നു, മനസ്സിന് വലിയ ഒരു പുരോഗതി ഉണ്ടാകുന്നു എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അത് ഒരു വലിയ ഗവേഷണമാണ്. 2-3 മാസം പറഞ്ഞാലും തീരാത്ത, ദൈനംദിനം പറഞ്ഞാലും തീരാത്തത്ര ഗവേഷണങ്ങൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. വളരെ വളരെ ചുരുക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അല്ലാഹു തആല പറഞ്ഞ ആ നിലക്കുള്ള കല്യാണത്തിൽ അവർക്ക് വിഷാദങ്ങളോ ഉത്കണ്ഠകളോ വ്യസനങ്ങളോ വിഷമങ്ങളോ ഉണ്ടാവുകയില്ല എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അവരുടെ മൂഡിൻ്റെ ഡിസോർഡറുകൾ, അതുപോലെ തന്നെ ഒറ്റപ്പെടുക, ഏകാന്തത എന്നുള്ള ഒരു സ്വഭാവങ്ങളൊക്കെ അവരിൽ ഉണ്ടാവുകയില്ല എപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് മാരേജ് ആണെങ്കിൽ, നല്ല മാരേജ് ആണെങ്കിൽ. കൂടാതെ അല്ലാഹു പറയുന്നു, അവർക്ക് ഒരു നിലക്കുള്ള സമ്മർദ്ദങ്ങളും ഉണ്ടാവുകയില്ല. അവരുടെ വൈകാരികമായ സമ്മർദ്ദങ്ങൾ ഈ കല്യാണം കൊണ്ട് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ ഇങ്ങനെയുള്ള നല്ല, അല്ലാഹു പറഞ്ഞ നല്ല കല്യാണം ആണെങ്കിൽ, പരസ്പരം വല്ലാത്ത അതിയായ സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുന്ന കല്യാണമാണെങ്കിൽ, പരസ്പരം വളരെയധികം ദയോടെ ഉള്ള കല്യാണമാണെങ്കിൽ, അവർക്ക് ഒരിക്കലും ഇത്തരം സമ്മർദ്ദങ്ങൾ അവരുടെ ജീവിതത്തിൽ, അവരുടെ മനസ്സിന്, അവരുടെ ശരീരത്തിന് ഒരിക്കലും ഉണ്ടാവുകയില്ല. വളരെ ഹാപ്പി ആയിട്ടായിരിക്കും അവരുടെ ജീവിതം. കൂടാതെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്, ഇങ്ങനെയുള്ള ഈ കല്യാണത്തിൽ അവർക്ക് നീണ്ട ആയുസ് ലഭിക്കുന്നുണ്ട്. അവരുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം കൂടുന്നുണ്ട്, ദീർഘായുസ് ലഭിക്കുന്നുണ്ട്. പിന്നെ ശാസ്ത്രം പറയുന്നു, പഠനം നടത്തിയപ്പോൾ ഒരാൾ കല്യാണം കഴിക്കാതെ തന്നെ കഴിഞ്ഞുകൂടുന്നു, അവരെ അപേക്ഷിച്ചും. അല്ല എങ്കിൽ ഡൈവോഴ്സ്ഡ് ആണ്, അതായത് പകുതിയിൽ വിവാഹമോചനം ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താവോ ഭാര്യയോ മരണപ്പെട്ടിട്ടുണ്ട്. അവരെ അപേക്ഷിച്ച് ഇങ്ങനെയുള്ള ഈ കല്യാണത്തിൽ, പോസിറ്റീവ് മാരേജിൽ അവർക്ക് ദീർഘായുസ് ലഭിക്കുന്നു എന്ന് പറയുന്നു. കൂടാതെ പറയുന്നത്, ഇങ്ങനെയുള്ള സന്തോഷകരമായ കല്യാണത്തിൽ അവർക്ക് ഫിസിക്കൽ ഹെൽത്ത് ലഭിക്കുന്നു. അതായത് അവർക്ക് വലിയ ആരോഗ്യം പരസ്പരം ലഭിക്കുന്നു. കാരണം അവരുടെ എക്സർസൈസിൻ്റെയും അവരുടെ
പാചകത്തിൻ്റെയും അവരുടെ ഭക്ഷണത്തിൻ്റെയും കാര്യത്തിൽ വലിയ ശ്രദ്ധ പുലർത്തുന്നത് കൊണ്ട് അവർക്ക് നല്ല ആരോഗ്യം ലഭിക്കുന്നു എന്ന് പറയുന്നു. കാരണം ഒരു നെഗറ്റീവ് മാരേജ് ആണെങ്കിൽ ഒരിക്കലും അങ്ങനെ അവർ ചെയ്തോളണം എന്ന് ഇല്ല. കാരണം അവർക്കും ഒന്നും വേണ്ടാത്ത ഒരു അവസ്ഥയാണ്. കൂടാതെ വേണ്ടാത്ത ലഹരി വസ്തുക്കൾ ഒരിക്കലും ഇവർ ഉപയോഗിക്കുകയില്ല. കാരണം അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി തുടർന്നും സന്തോഷകരമായി ആകണം എന്നുള്ള ചിന്തയാണ്. അതുകൊണ്ട് അരുതാത്ത ഹാംഫുള്ളായ ഒരു സാധനങ്ങളും അവർ ഉപയോഗിക്കാൻ ഒരിക്കലും അവർ തയ്യാറല്ല. കൂടാതെ അവർക്ക് വല്ല രോഗങ്ങൾ ഉണ്ടെങ്കിലും ആ രോഗങ്ങൾ എത്രയും പെട്ടെന്നായി സുഖപ്പെടുന്നുണ്ട്. കാരണം ഈ മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിൽ എപ്പോഴും അവരുടെ രോഗത്തിൻ്റെ ശമനം വളരെ ക്വിക്കായിരിക്കും. ഇത് സർജറി ആണെങ്കിലും വല്ല രോഗങ്ങളാണെങ്കിലും പെട്ടെന്നായി അതിൻ്റെ വേദനയും മറ്റും എല്ലാം പെട്ടെന്നായി സുഖപ്പെടും. കൂടാതെ അവരുടെ സാമ്പത്തിക അവസ്ഥയും അതിനൊരു സ്ഥിരത ഉണ്ടാവും. കാരണം അവർ അനാവശ്യമായി ഒന്നും അങ്ങനെ ചെലവ് ചെയ്യുകയില്ല. അവർക്കും അവരുടെ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുവോ അതൊക്കെ അക്കാര്യങ്ങൾക്കൊക്കെ അവർ ട്രൈ ചെയ്ത് അവർക്ക് സാമ്പത്തികമായ ഒരു നല്ല ശേഷി ഉണ്ടാവും. കൂടാതെ അവരുടെ പാരന്റിങ്ങും വളരെ ബെറ്റർ ആയിരിക്കും. കാരണം മക്കളുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള സന്തോഷകരമായി മുന്നോട്ട് നീങ്ങുന്ന ജീവിതമാണ്, ആ നിലക്കുള്ള കല്യാണമാണ്. ഒരിക്കലും പരസ്പരം ലഹളയോ ശണ്ടയോ കുഴപ്പമോ ഇല്ല എങ്കിൽ മക്കളുടെ കാര്യത്തിലും അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ അവർക്ക് വലിയ ഒരു ശ്രദ്ധ ഉണ്ടാകും. അവരുടെ മക്കളും വളരെ നന്നായിരിക്കും. ദൈനംദിനം വീട്ടിൽ കുഴപ്പങ്ങൾ ലഹളകൾ കേൾക്കുന്ന കുട്ടികളുടെ മനസ്സിന് ഒരിക്കലും വലിയ ആരോഗ്യമുണ്ടാവുകയില്ല. അതുപോലെ തന്നെ അവരുടെ ശരീരത്തിനും ആരോഗ്യം കുറഞ്ഞു പോകും. കൂടാതെ ഏകാന്തത എന്നുള്ള ഒരവസ്ഥ ഇവർക്ക് വരിക തന്നെ ഇല്ല. ഇത്തരം നല്ല പോസിറ്റീവ് മാരേജ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ നിലക്കുള്ള മാരേജ് ആണെങ്കിൽ ഒരിക്കലും അത്തരം ഒരു ഏകാന്തത, ഞാൻ ഒറ്റപ്പെടുന്നു എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരികയില്ല. 9 കാര്യം ഇതിന്റെ ബെനിഫിറ്റ്സുകൾ ഞാനിപ്പോൾ പറഞ്ഞു. ഇനി 10ാമതായി പറയുന്നത് എല്ലാവരും അറിയുന്ന രോഗനിരോധക ശക്തി, രോഗപ്രതിരോധ ശക്തി. അതാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യം. ഈ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശക്തി അത് നന്നായി വർദ്ധിക്കും. അത് വർദ്ധിച്ചാൽ എല്ലാ രോഗങ്ങളെയും പ്രിവെന്റ് ചെയ്യാൻ, തടയാൻ അതിന് കഴിയും. അത് വലിയൊരു രോഗപ്രതിരോധ ശക്തിയെപ്പറ്റി തന്നെ ഞങ്ങൾ ഒരു 10 ദിവസം ക്ലാസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിലധികം ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി മാത്രം നമുക്ക് പറയാനുണ്ട് സയന്റിഫിക്കലായി. എങ്കിൽ ചുരുക്കി പറയുന്നു, നമുക്ക് വരുന്ന എല്ലാ രോഗങ്ങളെയും തടയും. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം, ഈ രോഗപ്രതിരോധ ശക്തി വളരെ ബൂസ്റ്റായി നമ്മുടെ ശരീരത്തിലുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള രോഗാണുക്കൾക്ക് അകത്ത് കയറാൻ, നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കയറാൻ കഴിയുകയില്ല. അതോടൊപ്പം അകത്ത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സെൽസുകളിൽ, കോശങ്ങളിൽ എന്തെങ്കിലും ഡാമേജുകൾ, മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പെട്ടെന്നായി റിപ്പയർ ചെയ്യാനുള്ള ഒരു ശക്തിയും കൂടി ഈ രോഗപ്രതിരോധ ശക്തിക്ക് ഉണ്ട്. അതുകൊണ്ട് ചുരുക്കത്തിൽ നമുക്ക് ഒരു തരത്തിലുള്ള രോഗങ്ങളും വരികയില്ല. ചുരുക്കത്തിൽ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ നിലക്കുള്ള മാരേജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ വിഷമിക്കണ്ട, പേടിക്കേണ്ട ഒരു ആവശ്യവും വരികയില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കണം. നമുക്ക് ഈ മാരേജിനെ പറ്റി തന്നെ നാം പറയുകയാണെങ്കിൽ പരിശുദ്ധ ഖുർആനിലും തിരുഹദീസുകളിലും പറഞ്ഞ
അതേപോലെ തന്നെ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ മെഡിക്കൽ എക്സ്പേർട്സുകൾ, ശാസ്ത്രജ്ഞർ, റിസർച്ചേഴ്സ് ഇവർ കണ്ടെത്തിയ ഈ കാര്യങ്ങളെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് മാസങ്ങളോളം പറയാൻ കഴിയും. അത്രമാത്രം അതിലുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് അതിനെപ്പറ്റി പഠിക്കണം, എന്നിട്ട് നല്ല ഒരു ജീവിതം നാം നയിക്കാൻ വേണ്ടി തുനിയണം. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.